PM ശ്രീയും ഹലാലായി. മലപ്പുറം കത്തി, അമ്പ്, വില്ല്, പിന്നെ തേങ്ങേൻ്റെ മൂട് അല്ലേ, ഹലാലായി. അങ്ങനെ PM ശ്രീയും ഹലാലായി. ഇനി ആ ഒരു വിഷയ പ്രശ്നമല്ല. ഇനി കേന്ദ്രത്തിൻ്റെ സിലബസ് വന്നാലും എന്തായാലും ഹലാലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, ഇത് കണ്ടു നോക്കൂ. നബീസ് കൊറേ നേരമല്ല ഈ ചാറ്റുകോട്ടിയിൽ ഇങ്ങനെ തെരച്ചിൽ തുടങ്ങിയിട്ട്. അന്റെ എന്താ പോയി? ഇന്റേതൊന്നും പോയിട്ടില്ല. നമ്മളെ സാജി വലിച്ചെറിഞ്ഞേ PM ശ്രീ ഇതിലുണ്ടോ നോക്കുകയാണ്. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ അത് നമ്മളെ മുഖ്യമന്ത്രി മേനോൻകുട്ടിയും നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ഒപ്പിടാൻ കൊണ്ടുപോയില്ലേ? പഠിച്ചോനെ, അത് ഒപ്പിടാൻ കൊണ്ടേയോ? നമ്മളെ ഒറ്റച്ചങ്കന്റെ കുട്ടികളെ PM ശ്രീ ഒപ്പിടാൻ പോയപ്പോഴേ നമ്മളെ ലീഗിന്റെ കുട്ടികൾ അങ്ങനെ പറഞ്ഞീന്നു. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാന്. നമ്മളെ കുട്ടികളെ പാഠപുസ്തകത്തേക്ക് ഒരു ഇബിലീസുകളും കേറി വരൂല. അതിലുള്ള ഒരു ഔലിയാക്കളെ ഇറങ്ങി പോകൂലേ. നമ്മളെ ലീഗിന്റെ കുട്ടികളെ ബിസിമി ചൊല്ലിക്കാണ്ടാണ് ഈ PM ശ്രീയിൽ ഒപ്പിടുന്നത്.